അങ്ങനെ ഭാവനയുടെ വീട്ടിൽ ഗായത്രിക്ക് കഞ്ഞി കോരി കൊടുക്കുകയാണ് കേട്ടോ ജാനകി. ഭാമ വന്നിട്ട് ചമ്മന്തിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നീ വിളിച്ചിട്ട് കിട്ടിയോ എന്ന് ഗായത്രി ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നുണ്ട് അരുന്ധതി. അവൾ ട്രൈ ചെയ്ത് കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, കുറച്ചു നേരത്തെ സൂര്യേട്ടനും ഭാവനച്ചും കൂടി മുറ്റത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഇനി സൂര്യേട്ടന്റെ വീട്ടിലെങ്ങാനും പോയതാവോ എന്ന് ഭാമ ചോദിക്കുന്നു. എന്തായാലും രണ്ടു പേരും കൂടി പോയതല്ലേ, അവരിങ്ങ് വരും എന്ന് പറയാൻ ജാനകി. എന്നിട്ട് കഞ്ഞി കൊടുക്ക് എന്ന് പറഞ്ഞ് ഗായത്രിക്ക് കഞ്ഞി കോരി കൊടുക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സേതുവിനെ ഫോൺ റിങ് ചെയ്യുന്നത്. അവൻ അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഗായത്രിയുടെ അടുത്തേക്ക് വരാൻ എന്നിട്ട് ഫോൺ എടുക്കുകയാണ്. സൂര്യ, നിങ്ങൾ എവിടെ പോയായിരുന്നു? ഞങ്ങൾ എത്ര അന്വേഷിച്ചു. ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്ന് പറയാം. സൂര്യ പറയുന്നില്ല, സേതുവേട്ട പെട്ടെന്നായതുകൊണ്ടാണ് പറയാൻ പറ്റാതിരുന്നത്. ഭരത്തി വിളിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ സേതു ചോദിക്കുന്നു, എന്തായി സൂര്യ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഭാനുവിനെ കിട്ടി സേതുവേട്ട എന്ന് പറയാണ്. എന്തേ ഭാനുവിനെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് സേതു ഉറക്കെ. ഇത് കേട്ട് ചുറ്റും നിൽക്കുന്ന എല്ലാവരും ആശ്വാസത്തോടെ ഭാനുവിനെ കിട്ടിയോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഗായത്രി സേതു ഫോൺ താ എന്ന് പറഞ്ഞ് സേതുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുകയാണ്. എന്നിട്ട് സൂര്യമോനെ ഭാനു എവിടെ എന്ന് ചോദിക്കുകയാണ്. അവൾ ഇവിടെ ഉണ്ട് ആന്റി എന്ന് സൂര്യ പറയാണ്. അവൾക്കൊന്ന് കൊടുക്കാമോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഭാനുവിന്റെ കയ്യിൽ സൂര്യ ഫോൺ കൊടുക്കുകയാണ്. ഭാനു ആകട്ടെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് കരയാണ്. തിരിച്ച് ഗായത്രിയുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു. എന്താ മോളെ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഭാനു അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കേട്ടോ. അവസാനം സൂര്യയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയാൻ. സൂര്യമോനെ, എനിക്ക് അവളെ കാണണം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയാൻ ഗായത്രി. ആന്റി, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്ന് പറയാൻ സൂര്യ. അപ്പോൾ ഗായത്രി എന്ത് എന്ന് പറഞ്ഞ് ഷോക്കാവാണ്. എന്നിട്ട് സേതുവേട്ടന്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയാൻ. അങ്ങനെ സേതുവിനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഭാവന വയറടിച്ച് വീണതും ഹോസ്പിറ്റലിൽ എത്തിയ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ്. അത് കേട്ട് സേതു ആകെ പേടിച്ച് ഷോക്കായി നിൽക്കുകയാണ്. ഏത് ഹോസ്പിറ്റലാണെന്ന് സൂര്യോട് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ ചെയ്തു. ശേഷം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് ഗായത്രിയും ജാനകിയും ഒക്കെ. ഭാനുവിനെ രക്ഷിക്കുന്നതിനിടയിൽ ഭാവന ചെറുതായിട്ടൊന്ന് വീണു. ഇപ്പോൾ അവൾ ഹോസ്പിറ്റലിലാണ് എന്ന് പറയാൻ. അയ്യോ എൻ്റെ ഈശ്വര, ഇനിയും പരീക്ഷിച്ചത് മതിയായില്ലേ എന്നൊക്കെ പറഞ്ഞ് ഗായത്രി കരയാൻ തുടങ്ങി. പേടിക്കാനൊന്നുമില്ല അമ്മേ, അവരിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാമെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് സേതു ഇറങ്ങാണ്. എന്നാൽ ഗായത്രി ഉണ്ട് വിടുന്നു. ഞാൻ കൂടെ വരുന്നുണ്ട്, എനിക്ക് എൻ്റെ മോളെ കാണണം എന്ന് പറഞ്ഞ് കൂടെ പോവാൻ കേട്ടോ. ശേഷം കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ്. അവിടെ ഭാനു ഇരുന്ന് കരയാൻ കേട്ടോ. അവൾ പറയുന്നുണ്ട്, ഈശ്വര, റിപ്പോർട്ട് വരുമ്പോൾ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയാണ്. സൂര്യ പറയുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല ഭാനു, നീ ആശ്വാസത്തോടെ ഇരിക്കും. ഭാവനയുടെ വിശ്വാസം പോലെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാൻ കേട്ടോ. ഈശ്വരൻ അവളെ രക്ഷിക്കും എന്നൊക്കെ പറയാൻ. അപ്പോഴാണ് ഭരത് അവിടേക്ക് ഓടി വരുന്നത്. ഭാനു, എന്തായി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാൻ. ഇല്ല ഏട്ടാ എന്ന് അവൾ പറയുന്നുണ്ട്. സൂര്യേട്ട, ഭാവനേശ്വര കാര്യം എന്തായി, എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അവളെ ഇപ്പോൾ സ്കാനിങ്ങിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. കുഞ്ഞിന് അനക്കക്കുറവുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ടാണ് സ്കാനിങ് പറഞ്ഞിരിക്കുന്നത്. ഇനി റിപ്പോർട്ട് വന്നെങ്കിലേ എന്തെങ്കിലും അറിയാനാവുകയുള്ളൂ എന്ന് പറയാൻ കേട്ടോ. ഭരത് പറയുന്നത്, ഞാൻ ആകെ പേടിച്ചിട്ടാണ് ഏട്ടാ ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത്. സൂര്യ പറയുന്നത്, ആ റാസ്കലിനെ നീ അറസ്റ്റ് ചെയ്തോ? അതെ ഏട്ടാ, ഞാൻ ACP ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവര് ഞാൻ ശരിക്കും പെരുമാറിയിട്ടുണ്ട് ഏട്ടാ എന്നൊക്കെ പറയാൻ. എന്നിട്ട് ബാലിനോട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം, നമുക്ക് ഡോക്ടറെ കാണിക്കാം. ഇല്ല ഏട്ടാ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഭാനു പറയാണ്. ഏട്ടാ, ഒരിക്കലും ജയേഷിനി പുറംലോകം കാണരുത്, അങ്ങനെയുള്ള ശിക്ഷ വേണം അവന് കിട്ടാൻ. അപ്പോൾ ഭരത് പറയുന്നുണ്ട്, ഇല്ല മോളെ, അവന്റെ പേരിൽ ഞാൻ ഒരുപാട് കുറ്റങ്ങൾ ചാർത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും അവനൊരിക്കലും ഒരു ഡോക്ടർ ആവില്ല എന്നൊക്കെ പറയാൻ. അപ്പോഴാണ് ഭാവനയെ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവരുന്നത്. പുറത്ത് ഹാളിൽ വെച്ച് ഭരത്തും സൂര്യയും ഭാനുവും ഭാവനയെ കാണുകയാണ്. ഭാവനേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഭാനുവും ഭരത്തും അവളുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. ചേച്ചി എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഭാവന പറയുന്നുണ്ട്, എന്തായി ആ ദുഷ്ടജന്മങ്ങൾ, അവരെ എന്ത് ചെയ്തു നീ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛനും മോനും ഇനി ഒരു കാലത്ത് പുറത്ത് കടക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ അവരുടെ പേരിൽ കുറ്റം ചുമത്തിയിട്ടുണ്ട് ചേച്ചി. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അവരൊക്കെ ഇനിയും വരും ഭരത്തെ, നീ സൂക്ഷിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട്, അറിയാം ചേച്ചി, കാശിന്റെ പുറത്ത് അവരൊക്കെ ഇനിയും വരും, അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. ഭാവന പറയും, നമുക്ക് നോക്കാം, ഇനി എന്തായാലും അവർ അവകാശം പറഞ്ഞ് നമ്മുടെ മുന്നിൽ വരില്ലല്ലോ, അവരെയൊന്നും ഇനി കൺവെട്ടത്ത് പോലും അടുപ്പിക്കരുത് ചേച്ചി എന്നൊക്കെ ഭരത്ത് പറയാണ്. അങ്ങനെ ഭാവനയെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. ശേഷം ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഭരത്തിന്റെ തോളിൽ കിടക്കാൻ കേട്ടോ ഭാനു. അതേസമയം ജയും ദേവനും ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയാണ്. ഈശ്വര, ഭാവനയ്ക്ക് എന്ത് പറ്റിയോ എന്തോ എന്നറിയാതെ ആകെ ടെൻഷനായിട്ട് അവർ ഓടി വരികയാണ്. അതേസമയം സൂര്യായിട്ട് അകത്ത് ഭാവനക്കരികിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ജയും ദേവനും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. എന്താ പറ്റിയത് മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. ദേവൻ ചോദിക്കുന്ന, സൂര്യ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? അങ്ങനെ സൂര്യ പറയുന്നുണ്ട്, ഭാനുവിനെ രക്ഷിക്കുന്നതിനിടയിൽ ഭാവന ചെറുതായിട്ടൊന്ന് വീണു. അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് വയറടിച്ച് വീണതിനാണോ അവളിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? ദേവൻ പറയുന്നുണ്ട്, എന്റെ ജയ, നീയൊന്ന് അടങ്ങ്, എന്താണ് അറിയാൻ വേണ്ടല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ദേവട്ടെ, ഞാൻ ദേവട്ടിനോട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഭാവന പോകുന്നത് അപകടത്തിലേക്കാണെന്ന്. എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പറയാൻ കേട്ടോ. സൂര്യ പറയുന്നുണ്ട്, അമ്മേ, ആരും മനഃപൂർവ്വം ചെന്ന് അപകടത്തിലേക്ക് ചാടാറില്ല, മാത്രമല്ല ഭാവന പോയത് എന്നോടൊപ്പമാണ് എന്ന് പറയാൻ കേട്ടോ. ഭാവന ഇപ്പോൾ അമ്മയുടെ മകളാണെങ്കിലും ഭാവന ഇങ്ങനെ തന്നെയായി ചെയ്യുമായിരിക്കാം. അല്ലെങ്കിലും അവൾക്ക് അവളുടെ കുടുംബത്തോട് അല്പം കൂടുതലാണല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ ജയ. അപ്പോൾ ദേവൻ പറയുന്നത്, അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കുമോ? സ്വന്തം അമ്മയും അനുജത്തിയുമാണ് കാണാതായിരിക്കുന്നത്, അപ്പോൾ അവളെങ്ങനെ അടങ്ങിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേവൻ
ദേവൻ വഴക്കാക്കുന്നുണ്ട് കേട്ടോ ജയ. അതേസമയം പുറത്തെ ഗായത്രിയും സേതുവും എത്തിയിട്ടുണ്ടായിരുന്നു. ഭാനുവിനെ കണ്ടതും ഗായത്രി മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് ഭാവന എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ചേച്ചി അകത്താണമ്മേ എന്ന് പറഞ്ഞ് അവൾ കരയാണ് കേട്ടോ. അപ്പോഴേക്കും ഭാവനയുടെ അടുത്തേക്ക് ഡോക്ടർ വരികയാണ്. ജയ ചോദിക്കുന്നുണ്ട് ഡോക്ടർ എങ്ങനെയുണ്ട് ഭാവനയ്ക്ക് എന്ന് ചോദിക്കുകയാണ്. സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടിയെങ്കിലേ എന്തെങ്കിലും പറയാനാവുകയുള്ളൂ എന്ന് ഡോക്ടർ പറയാം. സ്കാനിങ്ങോ അതെന്തിന് എന്ന് ചോദിക്കുന്നുണ്ട് ജയ. അത് പിന്നെ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ സൂര്യ, നീ അമ്മയോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ ഡോക്ടർ. എന്നിട്ട് ഡോക്ടർ തന്നെ പറയാണ് ഭാവന വയറിഴച്ച് നന്നായിട്ടൊന്ന് വീണിട്ടുണ്ട് എന്ന് പറയാണ്. ഭാഗ്യവശാൽ ഭാവനക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുഞ്ഞിന് അനക്കമൊന്നുമില്ലായിരുന്നു, അതുകൊണ്ടാണ് സ്കാനിങ്ങിന് എടുത്തത് എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടതും ജയ ആകെ ഷോക്കാവാണ്. ഈശ്വര, ഇതൊക്കെ മനസ്സിൽ കണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി എന്ന് പറയാണ്. ഇങ്ങനെ പറഞ്ഞ് തിരിഞ്ഞു നോക്കിയതും അപ്പുറത്ത് ഗായത്രിയും ഭാനുവും ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ കാണുകയാണ്. ഗായത്രി, നിനക്കിപ്പോൾ തൃപ്തിയായില്ലേ എന്ന് ചോദിക്കേണ്ട ജയ. ഇതിലെല്ലാം ഇടയിൽ നിന്ന് കേൾക്കുന്ന ഡോക്ടർ ജയോട് പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ പ്രശ്നമുണ്ടാക്കരുത്, ഇവിടെ നിശബ്ദത പാലിക്കണം എന്നുള്ള നിയമം കൂടിയുണ്ട്. സൂര്യ, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന് പറയാം ഡോക്ടർ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അമ്മേ ഒന്നും മിണ്ടാതിരിക്കുക, ഒന്നുകിൽ ഇവിടെ മര്യാദക്ക് നിൽക്കുക, ഇല്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ ഉദ്ദേശമെങ്കിൽ പുറത്ത് ധാരാളം സ്ഥലമുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ദേവൻ ജയ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് പുറത്തേക്ക് പോവാണ്. ശേഷം ഡോക്ടർ ഭാവനയെ ഒന്ന് നന്നായിട്ട് പരിശോധിക്കുകയാണ്. ശേഷം ഗായത്രിയും സേതുവും ഭരത്തും ഭാനുവും എല്ലാം ഭാവനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മോൾ എനിക്ക് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഡോക്ടർ പരിശോധിച്ച് റിപ്പോർട്ടെല്ലാം നോക്കിയതിനു ശേഷം പറയുന്നുണ്ട്, സൂര്യയുടെ അമ്മക്ക് ഭാവനയോട് നല്ല സ്നേഹമാണ് തോന്നുന്നു. ഭാവന നന്നായിട്ടൊന്ന് നോക്കാനും പരിചരിക്കാനൊന്നും അവളെ കിട്ടുന്നില്ല എന്ന് ആ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി ചെറിയ പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. ശേഷം ഡോക്ടർ ഭാവനയോട് പറയുന്നുണ്ട്, ഭാവന ഇനി നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടല്ലോ, ഒരിക്കലും ഒരു അമ്മയാകില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ഭാവനയാണ് വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നത്. ഭാവന തന്നെ ഭാവനയെ ശ്രദ്ധിക്കണം. എപ്പോഴും ഒരുപോലെ സംഭവിക്കണമെന്നില്ല. എല്ലാം അറിയാവുന്ന ആളല്ലേ ഭാവന, പിന്നെ എന്താണ് ഭാവന ശ്രദ്ധിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഡോക്ടർ സാഹചര്യം അതായിപ്പോയി. നമ്മുടെ പ്രതീക്ഷകളെല്ലാം കൈവിട്ടു പോകുമെന്നറിയുമ്പോൾ പിന്നെ നമ്മൾ നമ്മളെ തന്നെ സ്വയം മറക്കും. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗായത്രി മുന്നോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ മോക്കിപ്പോൾ എന്ന് ചോദിക്കാം. ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ല എന്ന് പറയാം. ഇത് കേട്ടതും എല്ലാവർക്കും സന്തോഷമാവാണ്. പിന്നെ ഞാൻ ഇഞ്ചക്ഷൻ എഴുതിയിട്ടുണ്ട്, അത് അല്പം കോസ്റ്റ്ലിയാണ്, പുറത്തു നിന്ന് വാങ്ങിച്ചോണം എന്ന് പറയാൻ സൂര്യയോട്. സൂര്യ വാങ്ങിക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോട് പുറത്തേക്ക് അടക്കുകയാണ്. അതേസമയം ഗായത്രി ഭാവനയെ ഒന്ന് ഉമ്മ വെക്കുകയാണ്. എന്നിട്ട് അവളെ തലയൊക്കെ നന്നായിട്ട് തലോടി കൊടുക്കുന്നുണ്ട്. ശേഷം വയറിനടുത്ത് കൈ ചേർത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ അമ്മയും മകളും മുഖത്തോട് മുഖം നോക്കി അവരുടെ ആ സ്നേഹവും വാത്സല്യമൊക്കെ പ്രകടിപ്പിക്കുകയാണ്. അതേസമയം പുറത്തുനിന്നിരിക്കുന്ന ജയ ആകെ ദേഷ്യത്തിലാണ്. അപ്പോഴാണ് ഡോക്ടർ പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് ജയയോട് പറയുന്നുണ്ട്, ഇപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു പ്രോബ്ലവുമില്ല, ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഇനി എന്തായാലും അവളെ ശ്രദ്ധിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഡോക്ടറെ, എനിക്കറിയാം ഇനി ഭാവനയെ എങ്ങനെ നോക്കണമെന്ന് എന്ന് പറയാൻ കേട്ടോ. ഇനി എന്തായാലും ഭാവനയെ ഞാൻ അങ്ങോട്ടേക്ക് വിടില്ല, അവളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടും. ഇനി പ്രസവിക്കുന്നത് വരെ അവൾ എൻ്റെ അരികിലായിരിക്കും. ആന്റി തന്നെ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതി. ആന്റിയുടെ വീടും അത്രയ്ക്ക് വലിയ സേഫ് ഒന്നുമല്ല. ഭാവനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവർ എത്ര നന്നായി എന്ന് ഭാവനയും വല്യമ്മയും പറഞ്ഞാലും എനിക്ക് വിശ്വാസം വരികയില്ല. ആ തരത്തിലുള്ള ചതിയാണ് അവർ അവളോട് ചെയ്തത് എന്ന് പറയാൻ കേട്ടോ. ഇങ്ങനെയൊക്കെ സേതു പറയുമ്പോൾ ജയാട്ടെ മറുത്തൊന്നും പറയാതെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. സേതു പറയുന്നുണ്ട്, അതുകൊണ്ട് ഇനിയൊരു പരീക്ഷണത്തിൽ നിൽക്കേണ്ട, ഇതുവരെ സംഭവിച്ചതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. അതെല്ലാം ഇരു കൂട്ടരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റ് തന്നെയാണ്. ഇനി അവൾക്ക് ഒന്നും ഉണ്ടാവാതെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. ഞാൻ അവളെ എന്തായാലും കെയർ ചെയ്യും എന്ന് പറയാൻ കേട്ടോ സേതു. സേതുവിന്റെ ഭാഗത്തുനിന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും ജയക്ക് ചിരി വരികയാണ് കേട്ടോ. ആന്റി ചിരിക്കണ്ട, അവളുടെ ഏട്ടൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണിത്. മാത്രമല്ല അവിടെ അമ്മയും മായയും എല്ലാവരും കൊണ്ട് അവളെ കെയർ ചെയ്യാൻ. ഇനി ഞങ്ങൾ പറയുന്നത് എന്താണോ അത് അവൾ അനുസരിക്കൂ. ഇതുവരെക്കോ സംഭവിച്ചതെല്ലാം ആരും മുൻകൂട്ടി നിശ്ചയിച്ചതല്ലല്ലോ ആന്റി. എല്ലാം ഒരു വിധി, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇതിപ്പോൾ അവൾക്ക് കിട്ടിയ രണ്ടാമത്തെ ഒരു അവസരമാണ്. അതുകൊണ്ട് എങ്ങനെ നോക്കണമെന്ന് അവൾക്കും അറിയാം ആന്റി എന്നൊക്കെ പറയാം. ദേവൻ പറയുന്നുണ്ട്, ജയ നീ ഒന്ന് മനസ്സിലാക്കുക അവരുടെ ഒരു അവസ്ഥയെ. ഇനി കൂടുതലൊന്നും തർക്കിക്കാനില്ല, ഗായത്രിയുടെ കൂടെ തന്നെ അയക്ക് ഭാവനയെ എന്ന് പറയാൻ കേട്ടോ. എല്ലാം കേട്ട ശേഷം അവസാനം ജയ തീരുമാനം പറയുന്നുണ്ട്, സേതു ഗായത്രി, ഞാൻ നിങ്ങളെ ആരെ കുറ്റപ്പെടുത്തിയതല്ല. അപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ്. ആകെ എനിക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഈ കുഞ്ഞിലായിരുന്നു, അതും കൂടി നഷ്ടപ്പെടുകയാണോ എന്നറിഞ്ഞതിൻ്റെ ആ ഒരു ഷോക്കിൽ പറഞ്ഞു പോയതാണ്. നിങ്ങൾ എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഗായത്രി പറയുന്നുണ്ട്, ഇല്ല ജയ, നീ പറഞ്ഞതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. നിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെയൊക്കെ പറയുകയുള്ളൂ. അതെല്ലാം വിട്ടേക്ക് എന്ന് പറയാൻ കേട്ടോ. ഞാൻ ഇനി എൻ്റെ തീരുമാനം പറയാം. ഭാവന ഗായത്രിയുടെ കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ. അവളെ എന്തായാലും നിങ്ങളെപ്പോലെ ശ്രദ്ധിക്കാൻ എന്നെ കൊണ്ടാവില്ല. എത്രയായാലും ഒരു പെറ്റമ്മക്ക് പകരമാവില്ലല്ലോ ഒരു പോറ്റമ്മ. അതുകൊണ്ട് അവളുടെ സന്തോഷം എവിടെയാണോ അവിടെ അവൾ നിൽക്കട്ടെ. അതായിരിക്കും അവൾക്കും കുഞ്ഞിനും നല്ലത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ്. സൂര്യയും ദേവനും സേതുവും ഗായത്രിയും എല്ലാവരും ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ
ഡിസ്ചാർജിനുള്ള ഷീറ്റൊക്കെ എഴുതി മരുന്നുമായിട്ട് നഴ്സൊക്കെ അവിടെ എത്തുകയാണ്. അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. ആ സമയത്ത് ഗായത്രി ജയ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ജയെ, ഗായത്രി എന്തായാലും നിന്റെ കൂടെ വരട്ടെ. അവൾ ഇനി മുതൽ സൂര്യയുടെയും നിന്റെയും പരിചരണത്തിൽ അവിടെ കഴിയട്ടെ. അങ്ങനെയാവുമ്പോൾ അവൾക്കും ഒരു ശ്രദ്ധയുണ്ടാകും. നീ പറയുന്നത് അവൾ അനുസരിക്കുകയും ചെയ്യും. എവിടെയായിരുന്നാലും അവളും കുഞ്ഞും നല്ല രീതിയിൽ നിൽക്കണം എന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പ്രസീതയുടെയും അജയന്റെയും കാര്യത്തിൽ എനിക്ക് പേടിയില്ല. അവളും അവൾക്കൊരു അമ്മയായിട്ട് എന്നും കൂട്ടുണ്ടാകും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഭാവനയെ സൂര്യക്കും ജയക്കും ദേവനും ഒപ്പം അയക്കാണ് ഗായത്രി. ശേഷം ഗായത്രിയും ഭാനുവിനെയും കൊണ്ട് വീട്ടിലേക്ക് കയറാൻ കേട്ടോ. ഭാനുവിനെ കണ്ടതും എല്ലാവരും ഓടിയെടുക്കുന്നുണ്ട്. മോളെ, എന്താ നിനക്ക് പറ്റിയത്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. ഭാനു, ഇല്ല ചേച്ചി എന്നൊക്കെ പറയാൻ. അങ്ങനെ ഭാമയും മായും അരുന്ധതിയുമെല്ലാം ഭാനുവിനെ കെട്ടിപ്പിടിച്ച് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ കേട്ടോ. ശേഷം ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ ഭാവനച്ചിയുടെ അവസ്ഥ? ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭാമ. ഈശ്വരാനുഗ്രഹം കൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി അങ്ങനൊന്നും വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ ജയ പറയാൻ കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഭാവനയെ ജയ കൊണ്ടുപോയി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, അതേ ഏട്ടത്തി, ഇപ്പോൾ അവൾ ജയയുടെ കൂടെ അവിടെ പോകുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവൾ നല്ല സന്തോഷവതിയും സുരക്ഷിതയും അവിടെ ആയിരിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആദ്യമാണെങ്കിൽ അജയനെയും ഭാര്യ പ്രസീതയെയും എനിക്ക് സംശയമായിരുന്നു. പക്ഷെ ഇന്ന് അവരെക്കുറിച്ചുള്ള പേടി എനിക്കില്ല. അവരൊക്കെ ആകെ മാറി. ഇന്ന് ഭാവനയെ പരിചരിക്കാൻ അവരും കൂടി ഗായത്രിയേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും സേഫ് അവൾ തന്നെയാണ്. അവൾക്ക് എപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നു അന്ന് അവൾക്ക് ഇവിടേക്ക് വരാം. അതിന് ജയക്കും സമ്മതമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നത്, ഈശ്വര, എല്ലാം അവളുടെ നല്ല മനസ്സുകൊണ്ടാണ്. എന്തെല്ലാം കടമ്പകൾ കഴിഞ്ഞാണ് അവൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവളെ നോക്കാൻ 100 ആളുകളാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അതേട്ടത്തി, അതുതന്നെയാണ് എൻ്റെ ആശ്വാസം എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഗായത്രി.